വെൽക്കം ടു മാത്സ് ക്ലാസ്. SSLC മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ പാർട്സും കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലൂടെയോ ഇൻസ്റ്റ ID-യിലൂടെയോ ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള എല്ലാ ലെസൺസും നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടു കോഡ്സ്. ഒരു സർക്കിളിലെ രണ്ട് ഡയാമീറ്റേഴ്സ് അതിൻ്റെ സർക്കിളിൻ്റെ സെൻട്രിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന 4 പാർട്സും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു കേക്ക്, ഒരു റൗണ്ടിലുള്ള ഒരു കേക്ക് അത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന 4 പാർട്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയല്ലാത്ത, അതായത് ഡയാമീറ്റേഴ്സ് അല്ലാത്ത രണ്ട് കോഡ്സും, അതായത് നമ്മൾ ഓൾറെഡി കോഡ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് പഠിച്ചതാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ രണ്ട് കോഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യാണ്, P എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോഡ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോഡ്സിൻ്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കോഡ്സിൻ്റെ രണ്ട് എൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടിയ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ APC, ട്രയാങ്കിൾ DPB. ഈ രണ്ട് ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് CB എന്നൊരു സ്മോൾ ആർക്ക് എടുക്കാം. ഈ CB എന്ന ഈ ഒരു സ്മോൾ ആർക്ക് A എന്ന പോയിന്റിലും D എന്ന പോയിന്റിലും ജോയിൻ ചെയ്ത് മേക്ക് ചെയ്ത ആംഗിൾസ് ആണ് ആംഗിൾ CAP, ആംഗിൾ BDP. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ PAC ഈക്വൽ ടു ആംഗിൾ PDB. അപ്പം ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ AD എന്ന വലിയൊരു ആർക്ക് എടുക്കാം. അപ്പോൾ ഈ AD എന്ന ആർക്ക് C എന്ന പോയിന്റിലും B എന്ന പോയിന്റിലും ജോയിൻ ചെയ്ത് മേക്ക് ചെയ്ത ആംഗിൾസ് ആണ് ഈ ആംഗിളും ഈ ആംഗിളും. അപ്പം ഈ ആംഗിളിൻ്റെ പേരെങ്ങനെ പറയാം? ആംഗിൾ DBP അല്ലെങ്കിൽ ആംഗിൾ PBD, ആംഗിൾ PCA. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ PCA ഈക്വൽ ടു ആംഗിൾ PBD. ഇനി ഈ ഒരു ട്രയാങ്കിളിൽ മൂന്നാമത്തെ ഒരേ ഒരു ആംഗിൾ ഉള്ളൂ അല്ലേ. ഈ മൂന്നാമത്തെ ഈ ഒരു ആംഗിളും ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോട് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ APC ഈക്വൽ ടു ആംഗിൾ DPB. അപ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആയ ഈ രണ്ട് ട്രയാങ്കിൾസ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അതിൻ്റെ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ ട്രയാങ്കിൾസിൻ്റെ പേര് ഈ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയ ഓർഡറിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സിക്ക് ഈക്വൽ ആണ് ആംഗിൾ B അല്ലേ. അതേപോലെ തന്നെ ആംഗിൾ എക്ക് ഈക്വൽ ആണ് ആംഗിൾ D, ആംഗിൾ പിക്ക് ആംഗിൾ PNA ആണ് ഈക്വൽ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് എഴുതാം PAC. ഇനി നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് എങ്ങനെയാണ് എഴുതിയത് ആ ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിൾസിനോട് ഈക്വൽ ആവുന്ന വിധത്തിൽ നമുക്ക് എഴുതാം. അപ്പം ഇവിടെ Pയോട് ഈക്വൽ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ P അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ P തന്നെ എഴുതാം. നെക്സ്റ്റ് ഇവിടെ A ആണ്. അപ്പം Aയോട് ഈക്വൽ ആയിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിൾ D ആണ്. അപ്പോൾ നമുക്കിവിടെ D എഴുതാം. ഇനി ഇത് മൂന്നാമത്തെ ആംഗിൾ C ആണ്. അപ്പോൾ Cയോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ B ആണ്. അപ്പോൾ B എഴുതാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പേര് എഴുതി. ഇനി നമുക്ക് എങ്ങനെയാണ് റേഷ്യോ എഴുതാം? PA/PD. നമുക്ക് എഴുതാം PA/PD ഈക്വൽ ടു നെക്സ്റ്റ് AC/DB. AC/DB ഈക്വൽ ടു PC/PB. അപ്പം രണ്ട് ട്രയാങ്കിൾസിൻ്റെ പേര് ഒരേ ഓർഡറിൽ, ആംഗിൾസ് ഈക്വൽ ആയ വിധത്തിൽ ഒരേ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്.
അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എഴുതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സൈഡും പി എ പി ഡി എന്ന സൈഡും പി സി പി ബി എന്ന സൈഡുമാണ്. അപ്പോൾ എ സി ഡി ബി, അതായത് എ സി ഡി ബി ഏതാണ്? എ സി ഡി ബി. ഈ രണ്ട് സൈഡ്സ് നമുക്ക് ആവശ്യമില്ല, കാരണം ഈ രണ്ട് സൈഡ്സ് നമ്മൾ തന്നെ ജോയിൻ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ആ ജോയിൻ ചെയ്ത സൈഡ്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് കോഡ്സ് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് എന്താ എന്ന് അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡ്സ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ സൈഡ് ആവശ്യമില്ല, പകരം ഈ സൈഡും ഈ സൈഡും എടുക്കാം. നമുക്ക് എഴുതാം പി എ ബൈ പി ഡി ഈക്വൽ ടു പി സി ബൈ പി ബി. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പം ഇതാണ് ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ കിട്ടുന്ന റിലേഷൻ. അപ്പോൾ എങ്ങനെയാണ് റിലേഷൻ കിട്ടിയത്? നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ റിലേഷൻ ഏതാ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു റിലേഷനിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? അതായത് രണ്ട് കോഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു കോഡ് തന്നെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ രണ്ട് കോഡ്സ് വരയ്ക്കാം. രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇത് പി എന്ന പോയിന്റ്, ഇത് സി, ഇത് ബി, ഡി, എ അല്ലേ. രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു, പി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പം ഈ രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പം ഒരു കോഡ് തന്നെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ആവുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കോഡ് എടുക്കുകയാണെങ്കിൽ പി സി എന്ന പാർട്ടും പി ഡി എന്ന പാർട്ടായിട്ട് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ആവുന്നു. അതേപോലെ തന്നെ ഈ ഒരു കോഡ് പി എ എന്ന പാർട്ടും പി ബി എന്ന പാർട്ടായിട്ട് ഡിവൈഡ് ആവുന്നു. അപ്പം ഈ കോഡ്സിൻ്റെ രണ്ട് പാർട്സിൻ്റെയും പ്രൊഡക്റ്റ്, അതായത് രണ്ട് പാർട്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് രണ്ടാമത്തെ കോഡ്സിൻ്റെ പാർട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പം ഈ ഒരു കോഡിൻ്റെ രണ്ട് പാർട്സ്, ഈ രണ്ട് പാർട്സ് ആണ്. അപ്പോൾ ഈ രണ്ട് പാർട്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ രണ്ട് പാർട്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറിനോട് ഈക്വൽ ആണ്. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിളിൽ ഈക്വൽ ഏരിയാസ് ഉള്ള രണ്ട് റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? അതായത് ഇതിൽ പി എ എന്ന ഒരു കോഡിൻ്റെ ഒരു പാർട്ട്, ഇനി പി ബി എന്ന ഈ ഒരു പാർട്ട് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കും. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കോഡിൻ്റെ പി സി എന്ന പാർട്ടിനെ ഇവിടെ നിർത്തി ഈ പി ഡി എന്ന പാർട്ടിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കും. എന്നിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യും, ഇവിടെയും ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസ് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം റെക്റ്റാങ്കിളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം ഇത് ലെങ്ത് ആണെങ്കിൽ ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുത്താൽ പി എ ഇൻറ്റു പി ബി. അപ്പം ഒരു റെക്റ്റാങ്കിളുടെ ഏരിയ ആയി. ഇനി നെക്സ്റ്റ് റെക്റ്റാങ്കിളുടെ ഏരിയ എന്താണ്? പി സി ഇൻറ്റു പി ഡി. ഈ പി ഡി എന്നത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കും. അപ്പോൾ പി സി ലെങ്ത് ആണെങ്കിൽ പി ഡി ബ്രെഡ്ത്ത്. അപ്പോൾ പി സി ഇൻറ്റു പി ഡി രണ്ടാമത്തെ ഏരിയ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കിൾ. ഇതിൻ്റെ വിഡ്ത്ത് ബി സെൻറ്റിമീറ്ററും ലെങ്ത്ത് എ സെൻറ്റിമീറ്ററും ആണ്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഈക്വൽ ഏരിയയിലുള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിന് കുറച്ചും കൂടെ ലെങ്ത്ത് വന്നു, അതായത് കുറച്ച് സി എന്ന ലെങ്ത്ത് കൂടി. അപ്പം പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എ പ്ലസ് സി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഏരിയ സെയിം ആയിരിക്കണം. ഇപ്പോൾ ഈ വരച്ചേക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളുടെ ഏരിയയും ഇനി രണ്ടാമത് വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളുടെ ഏരിയയും സെയിം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏരിയ സെയിം ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും വേറെ വേറെ ആയിട്ടും വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ എ പ്ലസ് സി എന്ന ഈ ഒരു ലെങ്ത്ത് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് എ പ്ലസ് സി ലെങ്ത്ത്. കോമ്പസിലെടുത്തു, കോമ്പസിൽ മെഷർ ചെയ്തു. ഇനി ഇത് താഴേക്ക് വരയ്ക്കുകയാണ്. ഇപ്പോൾ വരച്ച ഈ ഒരു ലെങ്ത്താണ്
A+C. അപ്പോൾ ഈ വരച്ച ഒരു ലെങ്ത്താണ് A+C. ഇത് ഈ അതേ ലെങ്ത് തന്നെയാണ് താഴേക്ക് വരച്ചേക്കുന്നത് A+C. ഇനി വരയ്ക്കേണ്ടത് ഈ B എന്ന ബ്രെഡ്ത്ത്, അതായത് ആദ്യത്തെ റെക്റ്റാങ്കിളുടെ ഈ B എന്ന ബ്രെഡ്ത്ത് ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പിന്നെയും കോമ്പസിൽ മെഷർമെൻ്റ് എടുക്കാം. കോമ്പസിൽ മെഷർമെൻ്റ് എടുത്തു. ഇനി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരച്ചു. നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെയിം ബ്രെഡ് തന്നെയാണ് ലെഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. അതായത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. അപ്പം ഈ 3 പോയിന്റ്സും ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ്. അപ്പോൾ ഈ 3 പോയിന്റ്സും ട്രയാങ്കിൾ രൂപത്തിലായതുകൊണ്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ട്രയാങ്കിളായിട്ട് വരയ്ക്കാം. അപ്പം ഇതൊരു ട്രയാങ്കിളായിട്ട് ഫോം ചെയ്തു. ഇനി ഈ ഒരു ട്രയാങ്കിളിന് ഒരു സർക്കിൾ വരയ്ക്കണം, അല്ലെങ്കിൽ പരിവൃത്തം വരയ്ക്കണം. അതായത് ഈ ട്രയാങ്കിളുടെ 3 വെർട്ടിസസും പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എങ്ങനെ ഒരു ട്രയാങ്കിളിന് സർക്കിൾ വരയ്ക്കാമെന്ന് ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഒന്നുകൂടെ പറയാം. അതായത് സർക്കിൾ വരയ്ക്കാൻ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡ്സ് എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈഡും ഈ ഒരു സൈഡുമാണ് എടുക്കുന്നത്. ഇനി ഈ 2 സൈഡിൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. അതായത് ഈ സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കാം? നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് ഈ സൈഡിൻ്റെ, ഇപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് ഈ സൈഡ് എടുക്കാം. ഈ സൈഡിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ മാർക്ക് ചെയ്യാം. അപ്പം കോമ്പസിൽ ഞാൻ ഈ ഒരു സൈഡിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തു. അപ്പോൾ ഇത് ഏകദേശം പകുതിയിൽ കൂടുതലായി അല്ലേ? അപ്പോൾ മെഷർ ചെയ്യണ്ട. മെഷർ ചെയ്യാതെ തന്നെ നമുക്ക് ചുമ്മാ ജസ്റ്റ് പകുതിയിൽ കൂടുതൽ എടുക്കാം. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. അപ്പം ഈ ഒരു സൈഡിൻ്റെ പകുതിയിൽ കൂടുതലെടുത്ത് ഇവിടെയും മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഈ ഒരു സൈഡിൻ്റെ ഈ ഒരു അറ്റത്താണ് എടുത്തത്, അതേപോലെ തന്നെ ഈ ഒരു അറ്റത്തും എടുക്കാം. അപ്പോൾ ഈ 2 അറ്റത്തുനിന്നും, അതായത് ഈ ഒരു സൈഡിൻ്റെ 2 അറ്റത്തുനിന്നും മാർക്ക് ചെയ്ത് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു അല്ലേ? ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. അപ്പോൾ അതാണ് ഈ ഒരു ട്രയാങ്കിളുടെ ഈ ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ. അതായത് ഈ ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ആണ് നമ്മളിപ്പോൾ വരച്ചത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലറും വരയ്ക്കണം. ഇനി ഈ 2 പെർപെൻഡിക്കുലേഴ്സും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിൽ കുത്തിയിട്ട് ഈ സെൻറ്ററിൽ കോമ്പസ് കുത്തി ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ഉണ്ട് അല്ലേ? 3 വെർട്ടിസസിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ട് ഈ ഒരു കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വെർട്ടെക്സിലോട്ട് കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ ട്രയാങ്കിളുടെ 3 വെർട്ടിസസിലോട്ടും സർക്കിൾ പാസ് ചെയ്തു പോകും. അപ്പോൾ ഈ 3 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്ത ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ സർക്കിൾ വരച്ചു. ഈ സർക്കിൾ വരച്ചപ്പം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ബ്രെഡ്ത്തിലോട്ട് പാസ് ചെയ്ത് പോയേക്കുന്ന ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ഒരു പോയിൻ്റാണ് രണ്ടാമത് വരയ്ക്കുന്നത്. നമ്മൾ പുതിയ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ആ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ലെങ്ത്ത്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയാണ് പുതിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തും കിട്ടി, ലെങ്ത്ത് A+C. ഈ ഒരു ലെങ്ത്ത് മൊത്തമാണ് പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. ഇതാണ് ഇവിടം വരെയാണ് ബ്രെഡ്ത്ത്. ഓക്കെ, റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ലൈനാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന്
പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി മെഷർ ചെയ്ത് ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഈ ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാം. നമുക്ക് പുതിയ റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പം ഈ ഷെയ്ഡ് ചെയ്ത ഈ പോർഷനാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും നമ്മൾ ആദ്യം വരച്ച ഒന്നാമത്തെ റെക്റ്റാങ്കിളുടെ ഏരിയയും തമ്മിൽ ഈക്വൽ ആയിരിക്കും. രണ്ട് ഏരിയയും സെയിം ആയിരിക്കും. പക്ഷേ ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് അക്കോർഡിംഗ്ലിയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും അഡ്ജസ്റ്റഡ് ആവുന്നത്. ബട്ട് ഏരിയ സെയിം ആയിരിക്കും. ഇനി സപ്പോസ് ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു കോഡ് സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? അതായത് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എ ബി എന്നത് സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്, സി ഡി എന്നത് ഒരു കോഡ്. അപ്പം ഇത് രണ്ടും കൂടെ പി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സി പി ബി 90 ഡിഗ്രിയാണ്. എ ബി എന്നത് ഡയാമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച റിലേഷൻ എഴുതാം. അതായത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി ഇതിൽ പി സിയും പി ഡിയും ഈക്വൽ ആയിരിക്കില്ലേ? അതായത് എ ബി എന്നത് ഡയാമീറ്റർ ആണ് അല്ലേ? അപ്പം കറക്റ്റ് സർക്കിളിൻ്റെ സെൻട്രിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം കറക്റ്റ് സെൻട്രിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പം ഈ ഒരു കോഡിനെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പി സി എന്ന പാർട്ടും പി ഡി എന്ന പാർട്ടും ഈ ഒരു കോഡിൻ്റെ രണ്ട് പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പി സിയും പി ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം പി സി ഈക്വൽ ടു പി ഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് എഴുതി നോക്കാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് പി സി എന്ന് തന്നെ എഴുതാം അല്ലേ? കാരണം പി സിയും പി ഡിയും ഈക്വൽ ആണ്. അപ്പം പി സി ഇൻറ്റു പി സി എന്ന് വരും. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ? പി സി ഇൻറ്റു പി സി സ്ക്വയർ. അപ്പം സർക്കിളിലെ രണ്ട് കോഡ്സിൽ ഒരു കോഡ് ഡയാമീറ്ററായി കറക്റ്റ് സർക്കിളിന് സെൻട്രിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പം നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു കോഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആണെങ്കിൽ ഉള്ള റിലേഷനാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇനി ഈ ഒരു റിലേഷൻ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ റെക്റ്റാങ്കിൾസ് വരയ്ക്കാനാണ് പഠിച്ചത് അല്ലേ? അപ്പം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ ഈക്വൽ ഏരിയയിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പം ഇത് ഒരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഇപ്പം നേരത്തെ വരച്ച പോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ഇത് വരയ്ക്കാൻ. ഇത് വളരെ ഈസിയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ബ്രെഡ്ത്ത് നേരെ റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പസിലെടുക്കാം. ഈ ഒരു ബ്രെഡ്ത്ത് കോമ്പസിലെടുത്തു. ഇത് നേരെ റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഈ ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ഈ ഒരു ലൈൻ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരു ഹാഫ് സർക്കിൾ വരച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്ററിൻ്റെ കറക്റ്റ് പകുതിയിലാണ് സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഈ ഡയാമീറ്റർ എത്രയാണെന്ന് മെഷർ ചെയ്യാം. മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ സെൻറ്റർ കിട്ടും. ആ സെൻറ്ററിൽ കോമ്പസ് കുത്തി ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഇനി അതിനുശേഷം ഈ ഒരു ബ്രെഡ്ത്ത് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് താഴേക്ക് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ബ്രെഡ്ത്ത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇത് സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഈ ഒരു സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത ഇവിടം തൊട്ട് ഇവിടം വരെയാണ് രണ്ടാമത് വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പം നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ സ്ക്വയർ വരയ്ക്കുന്നതിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. ഈ ഒരു സൈഡ് ആണ് രണ്ടാമത്തെ സ്ക്വയറിൻ്റെ സൈഡ്. ഇനി ഈ ഒരു സൈഡ് ബാക്കി 3 സൈഡിലോട്ട് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ഈ സൈഡ് ആദ്യം തന്നെ മെഷർ ചെയ്തു.
ഇനി ഇവിടെ തൊട്ട് 90 ഡിഗ്രി മെഷർ ചെയ്ത് പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി മെഷർ ചെയ്ത് ഇതിലോട്ട് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രി മെഷർ ചെയ്ത് ജോയിൻ ചെയ്യാം. അതപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി മെഷർ ചെയ്ത് ജോയിൻ ചെയ്യുന്നത് കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പം ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഈ സ്ക്വയർ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു റെക്റ്റാങ്കിളിന് സെയിം ഏരിയയിലുള്ള സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 cm ആൻഡ് ഹൈറ്റ് 3 cm. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ with width 6 cm. And second question, draw a square of the same area. അപ്പോൾ 5 cm ലെങ്ത്തും 3 cm ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഈ റെക്റ്റാങ്കിളിന് സെയിം ഏരിയയിലുള്ള വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്, 6 cm ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ 5 cm ഉണ്ട്. ഇനി ഇതിൽ ഒരു 1 cm കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ രണ്ടാമത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഒരു 1 cm എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അങ്ങനെ ടോട്ടൽ 6 cm ആയി. അപ്പോൾ രണ്ടാമത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് കിട്ടി. ഇനി ബ്രെഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബ്രെഡ്ത്ത് ഇവിടെ എവിടെയോ ഒരു ഇത്രയോ വരെയാണ് ബ്രെഡ്ത്ത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു സർക്കം സർക്കിൾ വരയ്ക്കണം. ആ സർക്കം സർക്കിൾ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്തത് ഈ ഒരു മൊത്തം ലെങ്ത്തിന്, അതായത് 5 + 1 ടോട്ടൽ 6 cm താഴേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു 3 cm ലെഫ്റ്റ് സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. താഴേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരച്ചു. ഇനി ഈ ഒരു ബ്രെഡ്ത്ത് കോമ്പസിൽ മെഷർ ചെയ്തു. ഇത് ലെഫ്റ്റ് സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്ത് വരച്ചു. ഇനി ഇത് ജോയിൻ ചെയ്യാം, ഇവിടെയും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് 3 പോയിന്റ്സ് കിട്ടി അല്ലേ. ഒന്ന് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. ഈ 3 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി ഈ ട്രയാങ്കിളിന് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുമ്പം ഇതിൻ്റെ അതായത് ഇതിന് ഈ ഒരു ട്രയാങ്കിളിന് സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള സെൻറ്റർ കിട്ടും. അങ്ങനെ സർക്കം സർക്കിൾ വരയ്ക്കണം. അപ്പം പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാനായിട്ട് ഈ 2 സൈഡ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡ്സിനും പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിന് പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് ഇത് പകുതിയിൽ കൂടുതലെടുത്തു. ഇവിടെയും മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു അറ്റത്തും പകുതിയിൽ കൂടുതലാണ് ഓൾറെഡി. ഇവിടെയും മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്തു. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി അതേ സെയിം പ്രോസസ്സ് തന്നെ നെക്സ്റ്റ് സൈഡിലും ചെയ്യാണ്. ഇവിടെ പകുതി കൂടുതലെടുത്തു, ഇവിടെയും പകുതി കൂടുതലെടുത്തു. ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു, അതും പെർപെൻഡിക്കുലർ കിട്ടി. ഈ 2 പെർപെൻഡിക്കുലേഴ്സും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ഒരു പോയിൻ്റാണ് സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അവിടെ കോമ്പസ് കുത്തി ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ട് കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്യാം. കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്ത് സർക്കം സർക്കിൾ വരയ്ക്കാം. അപ്പം ഈ സർക്കിൾ പാസ് ചെയ്ത് ഈ ഒരു ആദ്യത്തെ റെക്റ്റാങ്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് ഈ ഒരു രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തും. അപ്പോൾ നീളവും കിട്ടി, വീതിയും കിട്ടി, ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. ഇതിന് പെർപെൻഡിക്കുലർ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്ത് 90 ഡിഗ്രി മെഷർ ചെയ്ത് പെർപെൻഡിക്കുലർ വരച്ചു. ഇനി കിട്ടിയ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഈ റെക്റ്റാങ്കിളിന് സെയിം ഏരിയയിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പം സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ്ത്ത് റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കോമ്പസിൽ മെഷർ ചെയ്തു, റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു.
ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഈ ലൈനിൻ്റെ സെൻറ്റർ. ഇനി ഇത് സെൻറ്റർ ആക്കിയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരച്ചു. ഇനി ഈ ഒരു ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഒരു സൈഡ് കിട്ടി, ബാക്കി 3 സൈഡ്സ് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് കോമ്പസിൽ മെഷർ ചെയ്തു. ഇനി ബാക്കി 2 സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇവിടെ 90 ഡിഗ്രി പ്രൊട്രാക്ടർ മെഷർ ചെയ്ത് ഈ ലൈൻ വരയ്ക്കാം. ഇവിടെ 90 ഡിഗ്രി പ്രൊട്രാക്ടർ മെഷർ ചെയ്ത് ഈ ലൈനും വരയ്ക്കാം. ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ട സ്ക്വയർ. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലുള്ള സ്ക്വയറാണ് ഇത്. ഇനി ഈ സ്ക്വയർ ഷെയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം? അതായത് 3 × 5 ആണ് 15. 3 × 5 = 15. അപ്പോൾ 3 സെൻറ്റിമീറ്ററും വരയ്ക്കണം, 5 സെൻറ്റിമീറ്ററും വരയ്ക്കണം. അപ്പോൾ ടോട്ടൽ 8 സെൻറ്റിമീറ്ററോ അല്ലേ, 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വരയ്ക്കണം. ടോട്ടൽ അപ്പോൾ 8 സെൻറ്റിമീറ്റർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതുവരെയുള്ള ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററാണ്. ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ഉണ്ട്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് 5ഉം 3 എടുത്ത് 3 × 5 = 15 ആണ്. 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 15 വരുന്നത് 3 × 5 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററും വരയ്ക്കണം, 5 സെൻറ്റിമീറ്ററും വരയ്ക്കണം. അപ്പോൾ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ വന്നു. ഇനി എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഈ ഒരു ലെങ്ത്ത് ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ. അപ്പം കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഇനി ഇതുവരെ 5 സെൻറ്റിമീറ്റർ ആണ്. ഈ 5 സെൻറ്റിമീറ്ററിൽ നിന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഈ ഒരു സർക്കിളിൻ്റെ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നോ അതാണ് നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഇതാണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടി. ബാക്കി 3 സൈഡ്സ് നമുക്ക് വരയ്ക്കാം. ഈ ഒരു ലെങ്ത്ത് കോമ്പസിൽ മെഷർ ചെയ്തു. ഇനി ഇത് ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 2 സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഈ ലൈൻ ജോയിൻ ചെയ്യാം. ഇവിടെ 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്ത് ഈ ലൈൻ വരയ്ക്കാം. ഇവിടെ ഈ ലൈൻ ജോയിൻ ചെയ്യുക. ഈ 2 ലൈൻസും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന സ്ക്വയറാണ് നമുക്ക് വേണ്ട സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. In the picture, chords AB and CD of the circle are extended to meet at P. First sub-question, prove that the angles of triangle APC and triangle PBD formed by joining AC and BD are the same. Second question, prove that PA into PB equal to PC into PD. And last question, prove that if PB equal to PD, then ABDC is an isosceles trapezium. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഇനി ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എ സിയും ബി ഡിയും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പം ആദ്യം തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന റിലേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് എടുക്കാം. ഏത് ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ എ പി സി, ട്രയാങ്കിൾ ബി പി ഡി. അപ്പം ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും എടുത്തു.
ഇനി ഇതിലെ ആംഗിൾസ് നമുക്ക് നോക്കാം. ഈ ഒരു ആംഗിൾ, അതായത് ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും ഈ ഒരു ആംഗിൾ. എന്തുകൊണ്ടായിരിക്കും? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഔട്ടർ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണെന്ന് നമുക്കറിയാം, കാരണം ഇതിൻ്റെ 4 വെർട്ടീസസും സർക്കിളിലെ പോയിന്റ്സ് ആണ്. അപ്പം ഈ ഒരു ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ സിയും ആംഗിൾ പി ബി ഡിയും ഈക്വൽ ആണ്. ആംഗിൾ പി സി എ ഈക്വൽ ടു ആംഗിൾ പി ബി ഡി. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ആംഗിൾ, അതായത് എ എന്ന ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും ഏത് ആംഗിൾ? ഈ ഒരു ആംഗിൾ. എന്തുകൊണ്ടാണ്? ഇപ്പം നേരത്തെ പറഞ്ഞ അതേ റിലേഷൻ തന്നെ. അപ്പം ഈ 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി എ സി ഈക്വൽ ടു ആംഗിൾ, ഈ ആംഗിളിൻ്റെ പേര് ആംഗിൾ പി ഡി ബി. ഇപ്പോൾ ആ 2 ആംഗിൾസും ഈക്വൽ ആണ്. ഇനി ഈ 2 ട്രയാങ്കിൾസിൻ്റെയും കോമൺ ആംഗിളാണ് ഈ പി എന്ന ആംഗിൾ, അല്ലേ? അതായത് ആംഗിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ബി പി ഡി. ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ബി പി ഡി. കാരണം അതൊരു കോമൺ ആംഗിളാണ്, 2 ട്രയാങ്കിൾസിൻ്റെയും കോമൺ ആംഗിളാണ്. ഇനി നമുക്ക് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഈ ആംഗിൾസ് 3 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിൾസിലെ 3 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിൾസിലെ 3 ആംഗിൾസിനോട് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം. ആദ്യം തന്നെ ട്രയാങ്കിളിൻ്റെ പേര് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, എ പി സി ബി പി ഡി. അപ്പോൾ അത് തന്നെ നമുക്ക് കറക്റ്റ് ആംഗിൾസ് ഈക്വൽ ആയ വിധത്തിൽ ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി. നമുക്ക് നോക്കാം. എ എന്ന ആംഗിളിനോട് ഈക്വൽ ആണ് ഇവിടെ ഏത്? ഡി എന്ന ആംഗിൾ, അല്ലേ? എ എന്ന ആംഗിളിനോട് ഈക്വൽ ആണ് ഈ ചെറിയ ട്രയാങ്കിളിലെ ഡി എന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ എ എഴുതിയതുകൊണ്ട് നമുക്കിവിടെ ഡി എന്നാക്കാം. ഇനി പി എന്ന ആംഗിളിനോട് ഈക്വൽ ആണ് പി എന്ന ആംഗിൾ എന്ന്, കാരണം അത് കോമൺ ആംഗിളാണ്. ഇനി ഇവിടെ സി എന്ന ആംഗിൾ, അതായത് വലിയ ട്രയാങ്കിളിലെ സി എന്ന ആംഗിളിനോട് ഈക്വൽ ആണ് ഇവിടെ ബി എന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് ഇവിടെ സി മൂന്നാമത് എഴുതിയതുകൊണ്ട് നമുക്കിവിടെ ബി മൂന്നാമത് എഴുതാം. അപ്പം ട്രയാങ്കിൾസിൻ്റെ പേര് രണ്ടും ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം. എ പി ബൈ ഡി പി അല്ലെങ്കിൽ പി എ ബൈ പി ഡി. നമുക്ക് എഴുതാം പി എ ബൈ പി ഡി ഈക്വൽ ടു പി സി ബൈ പി ബി. പി സി ബൈ പി ബി. ഇനി ഈ ഒരു എയും സിയും തമ്മിൽ എ സി ബൈ ഡി ബി എടുക്കാം പ്രൊപ്പോർഷണാലിറ്റി. പക്ഷെ നമുക്ക് ആ സൈഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം മതി പ്രൂവ് ചെയ്യാൻ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി പ്രൂവ് ചെയ്യാൻ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? എ ബി ഡി സി ഒരു ഐസോസിലസ് ട്രപ്പീസി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തത് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, പി ബി ഈക്വൽ ടു പി ഡി. പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റിലേഷൻ എഴുതാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതിൽ പി ബിയും പി ഡിയും ഈക്വൽ ആണ്. അപ്പം പി ബിയും പി ഡിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പി ഡിക്ക് പകരം പി ബി എന്ന് തന്നെ എഴുതാം. അതായത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിക്ക് പകരം പി ബി എന്ന് എഴുതാം, കാരണം രണ്ടും ഈക്വൽ ആണ്. അപ്പം ഇതിൽ പി ബിയും ഈ പി ബിയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താണ്? പി എ ഈക്വൽ ടു പി സി. അപ്പോൾ പി എയും പി സിയും ഈക്വൽ ആണെന്ന് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഫിഗറിൽ നോക്കാം. പി എ പി സി. അപ്പം പി എ എന്ന സൈഡും പി സി എന്ന സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അല്ലേ? അതായത് ട്രയാങ്കിൾ എ പി സി
അപ്പം ഈ ഒരു വലിയൊരു ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, കാരണം രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പം ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. അതായത് ആംഗിൾ എ സി ഡിയും ആംഗിൾ സി എ ബിയും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഈ എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മളിപ്പം കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് പി എയും പി സിയും ഈക്വൽ ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. നമുക്ക് എഴുതാം ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ഇനി ഈ ഒരു എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതായത് കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇനി ഇതിൽ എ സി ഡി പ്ലസ് എ ബി ഡി ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എ സി ഡിക്ക് ഈക്വൽ ആയിട്ട് സി എ ബി എന്ന ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എ സി ഡിക്ക് പകരമായിട്ട് സി എ ബി എന്ന ആംഗിൾ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എ സി ഡിക്ക് പകരം ഞാൻ സി എ ബി എന്ന് എഴുതാം. അപ്പം ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം എ സി ഡിക്ക് പകരം സി എ ബി എഴുതി. രണ്ട് ആംഗിൾസ് നമ്മൾ കൂട്ടുമ്പോഴും 180 ഡിഗ്രി കിട്ടണം. ഇനി നമുക്ക് ഫിഗറിൽ നോക്കാം. ആംഗിൾ സി എ ബി ഈ ഒരു ആംഗിളാണ്. ഇനി ആംഗിൾ എ ബി ഡി ഏത് ആംഗിളാണ്? ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് അല്ലേ. അപ്പം ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ എ സിയും ബി ഡിയും പാരലൽ ആണെന്ന്. അതെങ്ങനെയാണ്? രണ്ട് പാരലൽ ലൈൻസ് വരച്ചാൽ ആ പാരലൽ ലൈനിനെ ഒരു ലൈൻ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഇന്നർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അത് രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും ഒരു പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഈ എ സിയും ബി ഡിയും പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിനിപ്പോൾ ഈ ഒരു ലൈൻ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇന്നർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ അതിനർത്ഥം എ സിയും ബി ഡിയും പാരലൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എ സി പാരലൽ ബി ഡി. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഒരു ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, പാരലൽ അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം എ ബി ഈക്വൽ ടു, അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഈ സൈഡാണ് അല്ലേ. എ ബി എന്ന സൈഡ് എങ്ങനെ കിട്ടും? പി എ എന്ന സൈഡിൽ നിന്ന് പി ബി എന്ന സൈഡ് മൈനസ് ചെയ്താൽ എ ബി കിട്ടും അല്ലേ. പി എ മൈനസ് പി ബി. നമുക്ക് എ ബിക്ക് പകരം എഴുതാം പി എ മൈനസ് പി ബി ഈക്വൽ ടു, ഓൾറെഡി നമ്മളിവിടെ കണ്ടു പി എ ഈക്വൽ ടു ആണ് പി സി. അപ്പോൾ നമുക്ക് പി എക്ക് പകരം നെക്സ്റ്റ് പി സി എന്ന് എഴുതാം. പി സി മൈനസ്, ഇനി പി ബിക്ക് പകരം എന്ത് എഴുതാം? പി ബിയും പി ഡിയും ഈക്വൽ ആണ്. അപ്പോൾ പി ബിക്ക് പകരം പി ഡി എന്ന് എഴുതാം. പി സി മൈനസ് പി ഡി. ഇനി നമുക്ക് ഫിഗറിൽ നോക്കാം. പി സി മൈനസ് പി ഡി എന്നത് ഈ സി ഡി എന്ന സൈഡാണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു സി ഡി. ഇതിൽ നമുക്ക് കിട്ടി എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ എ സി എന്ന സൈഡും ബി ഡി എന്ന സൈഡും പാരലലും ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു എ ബി ഡി സി എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, a line through the center of a circle cuts a chord into two parts. What is the radius of the circle? ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പം ഇത് ഒരു കോഡായിട്ട് എടുക്കാം, ഇത് ഒരു കോഡായിട്ട് എടുക്കാം. അപ്പോൾ ഈ കോഡ് കംപ്ലീറ്റഡ് അല്ല അല്ലേ. അപ്പോൾ ഈ ഒരു കോഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ സർക്കിളിലെ പോയിന്റ്സിൽ ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം.
അപ്പോൾ എക്സ്ട്രാ നമ്മൾ വരച്ച ലൈൻസിന് ഡോട്ട് ഇട്ട് വരച്ചു. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ച റിലേഷൻ ഉണ്ട് അല്ലേ, അതായത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പം ഈ രണ്ട് കോഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് പി എന്ന് വിളിക്കാം. ഇനി ഇതിനെ എ എന്ന് വിളിക്കാം, ഇത് ബി, ഇത് സി, ഡി. അപ്പോൾ റിലേഷൻ എഴുതാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി പി എ ഇവിടെ എത്രയാണ് ഓൾറെഡി തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ പി എ 4, നെക്സ്റ്റ് പി ബി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെ, അത് 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു പി സി നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ പി സി ഇൻറ്റു പി ഡി. പി ഡി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്, അതും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ പി തൊട്ട് ഈ സർക്കിളിൻ്റെ ഈ ഒരു സെൻറ്റർ വരെ, സെൻറ്ററിനെ നമുക്ക് ഒ എന്ന് വിളിക്കാം. അപ്പം ഈ സെൻറ്റർ വരെ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പം നമുക്ക് പി ഡി എന്ന് തന്നെ എഴുതാം. ഇനി ഈ പി സിയും പി ഡിയും ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഒ ഡി എന്ന് പറയുന്നതാണ് സർക്കിളിൻ്റെ റേഡിയസ്, അതായത് ഒ ഡി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിന് നമുക്ക് ആർ എന്ന സിമ്പിൾ കൊടുക്കാം. അപ്പോൾ ഒ ഡി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. നെക്സ്റ്റ് ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ, ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. രണ്ടിനും ആർ എന്ന സിമ്പിൾ കൊടുത്തു. ഇനി നമുക്ക് പി സിയും പി ഡിയും എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി സി ഈക്വൽ ടു, ഫിഗറിൽ നോക്കാം, പി സി എന്ന് പറയുന്നത് ഇത്രയും വരെയാണ്, ഈ ഒരു ചെറിയൊരു ലെങ്ത്താണ് പി സി. അപ്പം റേഡിയസിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടം തൊട്ട് അതായത് സർക്കിളിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ഒരു സി എന്ന പോയിന്റ് വരെയാണ് സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒ സി എന്നത് സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ ആർ എന്ന ടേമാണ് എടുത്തേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒ പി 5 സെൻറ്റിമീറ്റർ ആണ്, പി സി നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ പി സി എന്നത് ആർ മൈനസ് 5 ആയിരിക്കും അല്ലേ. അതായത് ഒ സി എന്നത് ടോട്ടൽ റേഡിയസ് ആയതുകൊണ്ട് ആർ എന്ന സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ ഒരു ആർ എന്ന ലെങ്ത്തിൽ നിന്ന് ഒ പി എന്ന ലെങ്ത്ത് അതായത് 5 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് പി സി കിട്ടും. നമുക്ക് പി സിനെ എങ്ങനെ എഴുതാം, ആർ മൈനസ് 5. ഇനി നെക്സ്റ്റ് നമുക്ക് പി ഡി എഴുതണം. അപ്പോൾ പി ഡി ഇതേപോലെ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ടേംസിൽ എഴുതി നോക്കാം. പി ഡി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ലെങ്ത്താണ്. ഈ ഒരു ലെങ്ത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, ഒ ഡി എന്നത് റേഡിയസ് ആണ്, സർക്കിളിൻ്റെ ആർ എന്ന സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആർ പ്ലസ് 5 അതാണ് പി ഡി. നമുക്ക് എഴുതാം ആർ പ്ലസ് 5. അപ്പോൾ പി സിയും പി ഡിയും നമുക്ക് റേഡിയസിൻ്റെ ടേംസിൽ കിട്ടി, നമുക്ക് അതിവിടെ കൊടുക്കാം. അപ്പോൾ 4 × 6 24, പി സിക്ക് പകരം ആർ മൈനസ് 5 എഴുതാം, പി ഡിക്ക് പകരം ആർ പ്ലസ് 5 എഴുതാം. ഇനി നമുക്കൊരു ഇക്വേഷൻ അറിയാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ് അല്ലേ, ആർ പ്ലസ് 5 ഇൻറ്റു ആർ മൈനസ് 5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇക്വേഷൻ. നമുക്കിതിനെ ആർ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം ഈക്വൽ ടു 24. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആർ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 24 പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഈ മൈനസ് 5 സ്ക്വയറിനെയാണ് നമ്മൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ 24 പ്ലസ് 25 എന്നാവും ആർ സ്ക്വയർ. ഇനി ആർ സ്ക്വയർ ഈക്വൽ ടു 24 പ്ലസ് 25 49. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് കിട്ടി. ആർ സ്ക്വയർ ഈക്വൽ ടു 49. ഇതിൽ നിന്ന് ആറ് നമുക്ക് കിട്ടും അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 49 ഈക്വൽ ടു എത്ര വരും, 7 സെൻറ്റിമീറ്റർ. അപ്പം സർക്കിളിൻ്റെ റേഡിയസ് 6 കിട്ടി, 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. Next question. In the picture, a line through the center of a circle meets a chord of the circle. What are the lengths of the two pieces of the chord? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗറാണിത്. ഇതിൽ നമുക്കറിയാം ഓൾറെഡി സർക്കിളിൻ്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട് അല്ലേ, 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. ഈ ഒരു കോഡ് ഇത്രയും ചെറിയൊരു കോഡാണ്, അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം.
കംപ്ലീറ്റ് ചെയ്ത് കോഡ് വരച്ചു. ഇനി നമുക്ക് ഇതിനെ പേര് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോഡും ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ഒരു പോയിന്റിന് പി എന്ന് കൊടുക്കാം. ഇനി ഇത് എ, ഇത് ബി, ഇത് സി, ഡി. ഇനി ഇതിൽ കോഡ്സിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ പി എയും പി ബിയും പി സിയും പി ഡിയും എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്ററിന് ഒ എന്ന് പേര് കൊടുത്തു. ഒ ഡി എന്നത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും, കാരണം സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ പി ഡി നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടി. പി ഡി ഈക്വൽ ടു 7 + 3 = 10 സെൻറ്റിമീറ്റർ. പി ഡി എന്നത് ഈ ഒരു 3 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും കൂടി ചേർക്കാം. അപ്പോൾ 7 + 3 = 10 സെൻറ്റിമീറ്റർ. ഇനി പി സി, ഒ സി എന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഒ സി 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒ പി എന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. പി സി ബാക്കി റിമൈനിങ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം മൊത്തം കൂട്ടിയാൽ നമുക്ക് 7 സെൻറ്റിമീറ്റർ കിട്ടണം സർക്കിളിൻ്റെ റേഡിയസ്. നമുക്ക് പി സി കിട്ടി 4 സെൻറ്റിമീറ്റർ. ഇനി പി എയും പി ബിയും കിട്ടണം. അപ്പം അതിനുവേണ്ടി നമുക്ക് റിലേഷൻ എഴുതാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സിക്ക് പകരം നമുക്ക് 4 എഴുതാം, പി ഡിക്ക് പകരം 10 എഴുതാം. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു 4 × 10 40 എന്ന് കിട്ടി. ഇനി ഇതിൽ പി എയും പി ബിയും കൂടി ചേർന്ന ടോട്ടൽ ഈ ഒരു കോഡിൻ്റെ ലെങ്ത് 13 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? പി എ പ്ലസ് പി ബി, പി എ പ്ലസ് പി ബി ഈക്വൽ ടു 13 ആണ്. പി എയും പി ബിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 13 കിട്ടണം. അപ്പോൾ പി എ പ്ലസ് പി ബി 13 ആണ്. പി എ ഇൻറ്റു പി ബി 40 അതായത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടണം, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം. അപ്പം അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ഏതാണെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ഏതായിരിക്കും? 5ഉം 8ഉം. അപ്പോൾ 5 + 8 13 ആണ്. 5 × 8 40 ആണ്. ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 5ഉം 8ഉം ആണ്. അപ്പോൾ പി എ എന്നത് 5 ആണ്, പി ബി എന്നത് 8 ആണ്. നമുക്ക് കിട്ടി പി എ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, പി ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. അപ്പോൾ കോഡ്സിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കിട്ടി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.